ചാനൽ മോണിറ്റൈസ്ഡ് ആയോ? പൈസ വല്ലതും കിട്ടി തുടങ്ങിയോ? കുറെ കാലമായില്ലേ വീഡിയോസ് ഒക്കെ ഇടുന്നു. ഹായ് ഹലോ, വെൽക്കം ടു നെയിംസ് വ്ലോഗ്സ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്, ഞാൻ വീഡിയോ എടുക്കാനും ഇടാനും ഒക്കെ തുടങ്ങിയ കാലം മുതൽ തന്നെ എല്ലാവരും, അതായത് ഞാൻ ചാനൽ തുടങ്ങിയ കാലം മുതലേ എല്ലാവർക്കുള്ള ഡൗട്ടാണ്, നിനക്ക് പൈസ കിട്ടി തുടങ്ങിയോ എന്നുള്ളത്. അതായത് ചാനൽ മോണിറ്റൈസ്ഡ് ആയോ, പൈസ കിട്ടി തുടങ്ങിയോ. അപ്പം അധികം ആളുകളുടെ വിചാരം ആദ്യമൊക്കെ ഈ ചാനലിൽ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ അത് മോണിറ്റൈസ്ഡ് ആവുമെന്നായിരുന്നു. അതിന് കുറേ കാറ്റഗറി ഉണ്ട് എന്നുള്ളതൊക്കെ ഈ അടുത്ത കാലത്തൊക്കെയാണ് എല്ലാവരിലേക്കും എത്തിയത്. അപ്പം ഞാൻ ആക്ച്വലി ഒരു 3 വർഷം മുമ്പ് തുടങ്ങിയ ചാനലായിരുന്നു. പക്ഷേ ഞാൻ അത്ര അധികം സീരിയസ് ആയിട്ട് അത് എടുത്തിട്ടില്ലായിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് ഞാൻ ഒരു വർഷം മുന്നെയാണ് ഞാൻ അത് അത്രയും സീരിയസ് ആയിട്ട് ഇതിലോട്ട് വന്നത്. ആ ഒരു ടൈമിലാണ് എനിക്ക് മനസ്സിലായത്, നമ്മൾ എത്രത്തോളം ഇൻപുട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും അതിൻ്റെ ഔട്ട്പുട്ട്. ഞാൻ ചാനൽ തുടങ്ങിയ ടൈമിൽ 1000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളായിരുന്നു നമുക്ക് മോണിറ്റൈസ്ഡ് കാറ്റഗറിയിൽ കയറാൻ പറ്റുള്ളായിരുന്നു. എന്നാൽ ഇപ്പം അത് 500 ആക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ 1 ഇയർ കൊണ്ട് 4000 വാച്ചിങ് അവർ ഉണ്ടാക്കണമായിരുന്നു. പക്ഷെ ഇപ്പം അത് 3000 ആക്കി മാറ്റിയിട്ടുണ്ട്. അതേപോലെ 1 കോടി ആയിരുന്നു ഷോർട്സിന്റെ 90 ഡേയ്സ് കൊണ്ട് ഉണ്ടാക്കേണ്ടത് വ്യൂസ്. പക്ഷെ ഇപ്പം അത് 30 ലക്ഷമായിട്ട് കുറച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി പുതിയ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് ഈസി ആയിട്ട് മോണിറ്റൈസ്ഡ് ആക്കാനായിട്ട് പറ്റും. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും യൂട്യൂബിൽ നിങ്ങൾക്ക് മോണിറ്റൈസ്ഡ് ആവാനായിട്ട് പറ്റും. ഞാൻ ഈ ലാസ്റ്റ് ഒരു 1 ഇയർ ആയിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ഞാൻ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോ ഇടും. അതായത് ഞാൻ വീക്ക്ലി 2 വെച്ചിട്ടായിരുന്നു ആദ്യം വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. പക്ഷെ എനിക്ക് അതിന് വലിയ റീച്ച് ഉണ്ടായില്ല. പക്ഷെ പിന്നെ ഞാനത് സൺഡേ ആക്കി മാറ്റി. അതായത് സൺഡേ ആണ് എൻ്റെ സബ്സ്ക്രൈബേഴ്സൊക്കെ കുറച്ച് ഫ്രീ ആയിരിക്കുന്ന ടൈം. അപ്പം ഞാൻ ആ ടൈമിൽ വീഡിയോ ഇട്ട് പിന്നെ ഞാൻ ഡെയിലി ലൈവ് ചെയ്യായിരുന്നു. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ലൈവ് ചെയ്യുന്നത്. അതിലൂടെ നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടും. വെറുതെ കണ്ടുപോകാതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന, നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യത്തിനും നമുക്ക് എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരുന്ന അങ്ങനെ. അപ്പോൾ ഒരു ലൈവ് ചെയ്യുമ്പോൾ, ഒരു ലേഡി ഇരുന്ന് ലൈവ് ചെയ്യുമ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻറ്റ്സ് വരില്ല, അല്ലെങ്കിൽ അതിനെ മോശമായിട്ട് കാണുന്ന ആൾക്കാരുണ്ട്. അത് നമ്മളിപ്പോൾ ഒരു ചാനൽ തുടങ്ങിയാലും അധികം പേരും അത് നല്ലതല്ല, നീ അത് ചെയ്യുന്നത് തെറ്റാണ്. എനിക്കൊക്കെ ഞാൻ ചാനൽ തുടങ്ങിയപ്പോൾ കുറേ പേര് എന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ ഒഴിവാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ചെയ്താൽ നമുക്ക് എന്തായാലും വിജയം ഉണ്ടായിരിക്കും. ഷോർട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ നമ്മുടെ യൂട്യൂബ് വളർച്ച. അതായത് ഷോർട്ട് നമ്മൾ ഒരു പ്രത്യേക ഒരു ടൈം സെറ്റ് ചെയ്തിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി ഒരു ഷോർട്ടെങ്കിലും വെച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് ആളുകളിലേക്ക് എത്തും. പക്ഷെ നമ്മൾ ഇടുന്ന ഷോർട്ട് കുറച്ച് കണ്ടന്റ് കൂടി ഉള്ളതാവണം. ജസ്റ്റ് വെറുതെ എവിടുന്നേലും എടുത്തുകൊണ്ട് വന്ന ഒരു വീഡിയോ എടുത്തിട്ട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അത് കയറില്ല. അത് ഫസ്റ്റത്തെ നമ്മളൊരു 1 അവറിൽ അത് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും ഉറപ്പായിട്ടും അത് റീച്ച് എത്തും എന്നുള്ളത്. അതായത് നമ്മൾ കുറച്ച് കണ്ടന്റ് ഉള്ള ഷോർട്ടുകളും കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ വീഡിയോസിനെ പോലെ തന്നെ ഈ ഷോർട്ടിൽ നിന്നാണ് നമുക്ക് ഒരുപാട് സപ്പോർട്ടേഴ്സിനെ കിട്ടുക. അവർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നാളെ എന്ത് ഷോർട്ട് ഇടും എന്നുള്ളത് അവർ നോക്കി നിൽക്കും. അപ്പം അവർ കാണുകയും ചെയ്യും. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം ഷോർട്ട് തന്നെയാണ്. അതുപോലെ തന്നെ ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് 2 വർഷം മുമ്പ് ഒരു ചാനൽ ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം വീഡിയോസ് ഇടുന്നില്ല, പക്ഷെ ഇനി മുതൽ വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് നോക്കുന്നുണ്ട്, അപ്പം അത് പറ്റുമോ എന്നുള്ളത്. അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അത് വീണ്ടും ഗ്രോ ചെയ്യിച്ച് കൊണ്ടുവരാനായിട്ട്. അതിലും നല്ലത് നിങ്ങൾ ഫ്രഷ് ആയിട്ട് ഒരു ചാനൽ തുടങ്ങുക, എന്നിട്ട് അതിൽ വീഡിയോസ് ഇടുക. അങ്ങനെ ഇടുമ്പോൾ നമുക്ക് ഈ പഴയ ചാനലിൽ വീഡിയോ ഇടുന്നതിൻ്റെ അത്രയും എഫേർട്ട് വേണ്ടി വരില്ല. ഒരു ഫ്രഷ് ആയിട്ട് ചാനൽ തുടങ്ങിയിട്ട് അത് പെട്ടെന്ന് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നിങ്ങൾക്ക് ലൈവ് ചെയ്യുന്നത് ഇഷ്ടമില്ല എന്ന് വിചാരിക്കുക. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ ബാക്കിയുള്ളവർ ലൈവ് ചെയ്യുമല്ലോ. അപ്പം നിങ്ങൾക്ക് ഈ 500 സബ്സ്ക്രൈബേഴ്സ് ഒപ്പിക്കാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ അവരുടെയൊക്കെ ചാനലിൽ പോയിട്ട് അവരുടെ ലൈവിൽ പോയി അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് സബ് തരും. അങ്ങനെ നമുക്ക് ഈ സബ് ഉണ്ടാക്കി എടുക്കാൻ പറ്റും. ആദ്യം നമുക്ക് സ്റ്റാർട്ടിങ്ങിൽ അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ നല്ല കൺസിസ്റ്റൻ്റ് ആയിട്ട് വീഡിയോസ് ചെയ്യാം. അപ്പം ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു ട്രിക്കുകൾ, കാര്യങ്ങൾ, സ്ട്രാറ്റജി ഒക്കെ യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ട് എടുത്തത്. അപ്പം എനിക്ക് പറ്റുമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കും ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മുന്നോട്ട് വരാനായിട്ട് പറ്റും. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞാൽ മതി. അപ്പം ഞാൻ അടുത്ത വീഡിയോ ആയിട്ടോ അല്ലെങ്കിൽ ഡയറക്റ്റ് കമൻറ്റിന് റിപ്ലൈ ആയിട്ടോ തരും കേട്ടോ. അപ്പം എല്ലാവർക്കും ഹാപ്പി വ്ളോഗിങ്. ബൈ ബൈ.